ഈ കുഞ്ഞിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഈ മുറിച്ചു മാറ്റി ഈ കൈ ഇനി എന്ത് ചെയ്യും? ആ കുട്ടി ഇനി കൈയില്ലാതെ വളരണ്ടേ? അപ്പോൾ മതിയായ നടപടി ഉണ്ടാകണം. കേവലം സസ്പെൻഷനിൽ ഒതുക്കരുത്. ഇതിൽ ഉത്തരവാദികൾക്കെതിരെ ഇവരുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ നടപടി ഉണ്ടാകണം. അതോടൊപ്പം ആ കുഞ്ഞിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം ഒരു കുട്ടിയുടെ വലത് കൈ ഇത്ര ചെറുപ്പത്തിൽ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ, ആ കുഞ്ഞിനുണ്ടാകുന്ന ട്രോമ, അതുപോലെ തന്നെ അവർക്ക് ഇനി മുമ്പോട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമുക്കറിയാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിവ് പറ്റി, ഒരു പരിക്ക് പറ്റി ആശുപത്രിയിൽ ചെല്ലുന്നൊരവസ്ഥയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മതിയായ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതായത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിരന്തരമായി ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് പാലക്കാട്ട് ഒരു 9 വയസ്സുകാരിയായ കുഞ്ഞിൻ്റെ കൈമുറിച്ച് മാറ്റിയ സംഭവം. അവരുടെ അമ്മയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഞാൻ അവരുടെ ICUയിൽ പോയി. അപ്പോൾ ഇത് ഒരു കേവലമായൊരു നെഗ്ലിജൻസ് ആണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുഞ്ഞിൻ്റെ കൈ മുറിച്ച് മാറ്റുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. കാരണം കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനാണ് ഈ ഗതി ഉണ്ടായിട്ടുള്ളത്. അവരുടെ പ്ലാസ്റ്റർ ഇട്ടു, ദിവസങ്ങളോളം അവർ വേദന സഹിച്ചു. ആ വേദനയുമായി ആശുപത്രിയിൽ വീണ്ടും സമീപിച്ചപ്പോൾ, പാലക്കാട് ജില്ലാ ആശുപത്രി അവർ വീണ്ടും സമീപിച്ചപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണമെന്ന്, നിങ്ങൾക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിൽ അത്രയും വലിയ തുകയൊന്നും, ഞങ്ങൾക്ക് അതിനുള്ള പണമില്ല എന്ന് പറഞ്ഞ് അവസാനം കുട്ടിയുടെ കയ്യിൽ നിന്ന് ദുർഗന്ധം വന്ന് അവസാനം ആ കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖല എവിടെയാണ് എത്തി നിൽക്കുന്നത്? പ്രതിഷേധം വരുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നു, ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുന്നു, കഴിഞ്ഞാൽ അവരെ തിരിച്ചെടുക്കുന്നു. ഈ കുഞ്ഞിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഈ മുറിച്ചു മാറ്റി ഈ കൈ ഇനി എന്ത് ചെയ്യും? ആ കുട്ടി ഇനി കൈയില്ലാതെ വളരണ്ടേ? അപ്പോൾ മതിയായ നടപടി ഉണ്ടാകണം. കേവലം സസ്പെൻഷനിൽ ഒതുക്കരുത്. ഇതിൽ ഉത്തരവാദികൾക്കെതിരെ ഇവരുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ നടപടി ഉണ്ടാകണം. അതോടൊപ്പം ആ കുഞ്ഞിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം ഒരു കുട്ടിയുടെ വലത് കൈ ഇത്ര ചെറുപ്പത്തിൽ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ, ആ കുഞ്ഞിനുണ്ടാകുന്ന ട്രോമ, അതുപോലെ തന്നെ അവർക്ക് ഇനി മുമ്പോട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമുക്കറിയാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിവ് പറ്റി, ഒരു പരിക്ക് പറ്റി ആശുപത്രിയിൽ ചെല്ലുന്നൊരവസ്ഥയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മതിയായ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതിന് കുറേ സമരങ്ങൾ ചെയ്യേണ്ട അവസ്ഥയുണ്ടാവരുത്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിലാണ് സഹോദരി ഏതാണ്ട് 6 കൊല്ലമാണ് വയറ്റിൽ 12 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കത്രിക വയറ്റിൽ ഡോക്ടർമാർ വെച്ച് മറന്നുപോയി വേദന അനുഭവിച്ചത്. അവസാനം 2 ലക്ഷം ഇങ്ങനെ വേദന അനുഭവിക്കുന്നവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല എന്ന് മാത്രം അവരെ അവഹേളിക്കുകയും കൂടി ചെയ്യുന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രിയും സംസ്ഥാന സർക്കാരൊക്കെ ഇന്ന് പ്രതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നടന്നു പോകുന്ന ആളുകൾ സർക്കാർ ആശുപത്രിയിൽ എത്തിയാൽ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആരോഗ്യ മന്ത്രി ഉത്തരവാണ്. ഇത് ഒരു നാഥനില്ലാ കളികയായി നമ്മുടെ ആരോഗ്യ മേഖലയെ മാറ്റി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത. മറ്റൊന്ന്, ഈ നേരത്തെയും ഇതുപോലെ പറഞ്ഞു ഹർഷനയുടെ ഉൾപ്പെടെയുള്ള കേസുകൾ ഇത്തരത്തിൽ മന്ത്രി അന്വേഷിക്കും, റിപ്പോർട്ട് തേടുമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ പ്രതിപക്ഷ സംഘടനകളടക്കം വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല. അല്ല, അന്വേഷിക്കുക, റിപ്പോർട്ട് തേടാന്ന് മാത്രമല്ല, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ എത്ര തവണ മാർച്ച് നടത്തിയിട്ടുണ്ട്, ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്ര മാർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് സർജറിക്ക് വന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, അവരുടെ വയറ്റിൽ കണ്ടെത്തിയത് അതിൻ്റെ സർജറിക്ക് ഉള്ള ട്യൂബാണ്. ആ ട്യൂബ് സർക്കാർ ഡോക്ടർമാർ പറഞ്ഞത് അതവിടെ നിന്നോട്ടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ നിരന്തരമായി 1-2 ആണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. നിരന്തരമായി ആരോഗ്യ മേഖലയിൽ എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഇപ്പോൾ ഈ പാവപ്പെട്ട അമ്മയോട് അടക്കം പറഞ്ഞത് നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്നാണ്. അപ്പോൾ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, മേഖലയെ അവർക്ക് വഴിവിട്ട രീതിയിൽ സഹായങ്ങൾ കിട്ടുന്നതിന് വേണ്ടി രോഗികളൊക്കെ സ്വകാര്യ മേഖലയിൽ ചെന്നാൽ മതി എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സംവിധാനത്തെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലൊരു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്, എൻ്റെ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോകാറില്ല എന്നുള്ളത്. അപ്പോൾ സർക്കാർ മേഖലയിലുള്ള ആശുപത്രികളെ കൊല്ലുകയും സ്വകാര്യ മേഖലയെ വളർത്തുകയും ചെയ്യുന്ന ഒരു നയമാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.